സർക്കാരും ബി ജെ പി ആയിട്ടൊക്കെ വലിയ അന്തർധാരയാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതോടുകൂടി ഇവർ തമ്മിലുള്ള അന്തർധാര എല്ലാം വെളിവായി കഴിഞ്ഞു. ഇവർ തമ്മിൽ ഇപ്പോ മച്ച ബന്ധമാണ്. ആ മച്ച ബന്ധത്തിന്റെ ഒരു ദൃശ്യം നിങ്ങൾ കാണിച്ചത്. ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന എവിടെയാണെന്ന് അറിയാലോ. തൃശ്ശൂരാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ആ കലോത്സവം നടക്കുന്ന വേദിയിൽ ഈ മച്ച ബന്ധത്തിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം ഒന്ന് കണ്ടുവന്നേ. ഈ കലോത്സവത്തിന് ദേശീയ പുഷ്പമായിട്ടുള്ള താമര എന്ന പുഷ്പം കേവലം ഒരു രാഷ്ട്രീയത്തിന്റെ പേരിൽ ആ പുഷ്പത്തെ കലോത്സവ വേദികളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഈ സർക്കാരിന്റെ വൃത്തികെട്ട രാഷ്ട്രീയത്തിനെതിരെയാണ് ഞങ്ങളുടെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇത്രയും പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. താമരപ്പൂവുമായി മന്ത്രിക്ക് കൊടുക്കാന്നുള്ളതായിരുന്നു. എന്തായിരുന്നു? ഞങ്ങൾ അതിന് തന്നെയാണ് വന്നിട്ടുള്ളത്. അത് ഇനിയിപ്പോ എത്ര വൈകിയാലും ഞങ്ങൾ അത് ചെയ്തിട്ട് തന്നെ ഞങ്ങളോടൊന്ന് പോവുള്ളൂ. ഇത് മനഃപൂർവ്വം ഒഴിവാക്കി എന്നുള്ളതാണോ? മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് വിവാദങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. വിവാദങ്ങൾ ഒഴിവാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ താമര എന്ന് പറയുന്നത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ചിഹ്നമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ കൈപ്പത്തി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമാണ്. ആ കൈപ്പത്തി ഒഴിവാക്കാനായിട്ട് ഈ മന്ത്രി പറയൂ? ഞങ്ങൾക്കതാണ് ചോദിക്കാനുള്ളത്. താമര എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം മാത്രമല്ല, അത് ദേശീയ പുഷ്പമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനത് ഒഴിവാക്കണം? ഇതൊരു വൃത്തിയായിട്ട രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഞങ്ങളുടെ നടപ്പാക്കില്ല. കണ്ടല്ലോ, കലോത്സവ വേദികളിലൊന്നും താമര വേണ്ട. കാരണം തൃശ്ശൂരായതുകൊണ്ട് താമര അവിടെ കൊണ്ടുവയ്ക്കാനുള്ള ചില പരിപാടിയൊക്കെ അവർ ഉദ്ദേശിച്ചിരുന്നു. കടക്ക് പുറത്തുനിന്ന് താമരയോട് ആര് പറഞ്ഞു? സർക്കാർ പറഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അതിന്റെ പേരിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ഇപ്പോഴത്തെ സർക്കാർ അത് UDF സർക്കാരാണെന്ന് ആലോചിക്കുക. ഈ താമര അകത്ത് കയറോ ഇല്ലയോ? അവിടെ ആരെങ്കിലും പ്രതിഷേധിക്കാൻ വരും? ഇങ്ങനെ ആ താമര അവിടെ വയ്ക്കരുതെന്ന് ആരെങ്കിലും പറയും? നേരത്തെ ഗവർണറുടെ ഓഫീസിൽ ഇവർ ഒരു ഭാരതാംബയെ കൊണ്ടുവച്ചപ്പോ അതൊരു UDF കാരായിരുന്നെങ്കിൽ എന്തെന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനായിരുന്നെങ്കിൽ നേരെ ചെന്ന് ആ ഭാരതാംബയിലെ ആ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ ഇങ്ങനെ തൊഴുതു നിൽക്കും പോലെ നിന്നേനെ. പക്ഷെ സർക്കാരിന്റെ പരിപാടിയിൽ ഇപ്പോഴും ആ ഭാരതാംബയില്ല. മച്ച ദോസ്താണ്. അതുപോലെയാണ് ഇപ്പോ തൃശ്ശൂരിൽ നടക്കുന്ന കലോത്സവ വേദിയിൽ കണ്ടില്ലേ, താമര എടുത്തോണ്ട് ഇറങ്ങടാ വെളിയിലെന്ന് പറഞ്ഞപ്പോ അതിന്റെ പ്രതിഷേധം അരങ്ങേറുകയാണ്. സാധാരണഗതിയിൽ ഈ വലിയ ആത്മബന്ധം, അടുപ്പം അല്ലെങ്കിൽ നീക്കുപോക്കുകൾ ഉള്ളിടത്ത് നമുക്ക് തരേണ്ടതെല്ലാം കൃത്യമായിട്ട് തരണം, നമുക്ക് കിട്ടേണ്ടതൊന്നും തരാതിരിക്കുക, അതിനെ തടസ്സപ്പെടുത്തുക. ആ സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇവർ പറയുന്ന ഒരു ഡിമാൻഡിനെ അംഗീകരിക്കാൻ പോയാൽ അത് അന്തർധാരയാണ്. ഇങ്ങനെ സുടുക്കളും മൗദൂദികളും പ്രചരിപ്പിക്കുന്നതിനപ്പുറം എന്താണ് സർക്കാരിന്റെ നിലപാട് എന്നതിന്റെ തെളിവാണ് വേണമെങ്കിൽ ഈ കലോത്സവമാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും വേണ്ട, അതങ്ങ് അനുവദിച്ചു കൊടുത്താൽ ഇതെല്ലാം അവിടെ നടക്കും. ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണ്ട. അങ്ങനെയാണോ? അങ്ങനെ അല്ല. താമര എന്ന് പറഞ്ഞാൽ വെളിയിലോട്ട് നിന്നാ മതി, അകത്തോട്ട് കയറണ്ട എന്നുള്ള സമീപനം. ഈ കാഴ്ച എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാണണമെങ്കിൽ അതൊരു ഇടത് സർക്കാർ ഉള്ള കാലഘട്ടത്തിലല്ലാതെ ജന്മകാലത്ത് നിങ്ങൾ അത് കാണാൻ പോകുന്നില്ല. മറ്റുള്ള ഇടങ്ങളിലെല്ലാം ഇത് അനുവദിക്കപ്പെടുക തന്നെ ചെയ്യും. ഇന്ത്യയിൽ ആകമാനം എങ്ങനെയാണോ അനുവദിക്കപ്പെട്ടു കൊടുത്തത്, എങ്ങനെയാണോ അവർ പടർന്ന് പന്തലിച്ചത്, അന്ന് ആരാണോ അവരെ തഴുകിക്കൊണ്ട് നടന്നവർ, അവർ ബാക്കിയുള്ള ഇടങ്ങളിൽ കൂടി ഇവരെ വളർത്താൻ വേണ്ടി ഈ വർഗീയ മനസ്സുകളായിട്ട് എന്ത് ചെയ്യുകയാണ്? ഞങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും പ്രവർത്തിച്ചു തന്നില്ലെങ്കിൽ, ഞങ്ങൾ പറയുന്നതൊന്നും നടപ്പാക്കി തന്നില്ലെങ്കിൽ ഉടനടി ഒരു ചാപ്പ കുത്തിയാൽ ആ ചാപ്പയ്ക്കപ്പുറം എന്താണ് യാഥാർത്ഥ്യമെന്ന് താമരപ്പൂവും കൊണ്ട് വെയിലത്തിരിക്കുന്ന കണ്ടോ? അങ്ങനെ ഇരുത്തുന്നതാണ് ഈ സർക്കാരിന്റെ സമീപനം എന്നതിന്റെ തെളിവാണ്. പക്ഷേ അതൊന്നും വലിയ വാർത്ത ഹൈലൈറ്റ് ആകില്ലെന്നേ ഉള്ളൂ. ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും സംഘപരിവാറിനോടുള്ള ശക്തമായ നിലപാടായിട്ട് ഇവർ കാണത്തില്ല. അങ്ങനെ കാണാനും പറ്റില്ല. അത്ര ചുരുങ്ങിയ മത അടിമകളാണ് ഇവരെന്ന് പറയേണ്ടി വരുന്നത്. ഇതുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ എവിടെയെങ്കിലും കോൺഗ്രസുകാർ ഒരു അഭിപ്രായ പ്രകടനമെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ആരാണ് എവിടെയും താമര വിരിയിക്കാൻ വേണ്ടിയും താമരയ്ക്ക് കടന്നു പോകാനുള്ള വഴിയൊരുക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും.